പക്ക രാഷ്ട്രീയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ 63 എന്ന് പറയുന്ന ഒരു സംഖ്യ എങ്ങനെയാണ് കോൺഗ്രസ്സുകാർക്ക് ഒരു ഭാരവും ഒരു പാരയുമായി മാറി എന്നുള്ളത് ചരിത്രത്തിലെ ഒരു സംഭവമാണ്. അത് ആ കഥ നമ്മൾ തന്നെ ഇപ്പോൾ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 63 സീറ്റ് കിട്ടി. പണ്ടൊരിക്കൽ ഇതേപോലെ തന്നെ 63 സീറ്റ് കിട്ടിയത് 1960 നടന്ന തെരഞ്ഞെടുപ്പിൽ, അതായത് ഒന്നാമത്തെ EMS സർക്കാരിനെ പിരിച്ചുവിട്ടതിന് ശേഷം 59 പിരിച്ചുവിട്ടതിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് 60 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 63 സീറ്റാണ് കിട്ടിയത്. അന്നത്തെ നിയമസഭയിൽ 126 അംഗ നിയമസഭയായിരുന്നു അന്നുണ്ടായത്. അതിൽ 63 സീറ്റ് കോൺഗ്രസിന് കിട്ടി. 20 സീറ്റ് അവരുടെ തന്നെ ഘടകകക്ഷിയായ PSPക്ക് 20, മുസ്ലിം ലീഗിന് 11 സീറ്റ് എന്നിങ്ങനെയാണ് ആ മുന്നണിക്ക് കിട്ടിയത്. അത് പൊതുവെ അതൊന്ന് അറിയപ്പെടുന്ന മുക്കൂട്ടു മുന്നണി എന്നായിരുന്നു. 3 പാർട്ടികളുള്ളതുകൊണ്ട് മുക്കൂട്ടു മുന്നണി എന്ന പേരിലാണ് അത് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഈ 63 പേരുടെ മഹാഭൂരിപക്ഷം ഉണ്ടായിരുന്ന ആ പാർട്ടിക്ക് ഒരു മന്ത്രിസഭ ഉണ്ടാക്കുന്നതിന് ഒരുപാട് തടസ്സങ്ങളും തമ്മിലടിയും ബഹളവും ഒക്കെ ഉണ്ടായിരുന്നു. കാരണം അന്ന് കോൺഗ്രസിനകത്തെ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന PT ചാക്കോ ഉണ്ട്, R ശങ്കർ ഉണ്ട്. ഇങ്ങനെ തലയെടുപ്പുള്ള കോൺഗ്രസ് നേതാക്കന്മാർ നിയമസഭയിലേക്ക് അന്ന് ജയിച്ചു വന്നിട്ടുണ്ട്. ഒന്നാമത്തെ കേരള നിയമസഭയുടെ പ്രതിപക്ഷ നേതാവായിരുന്നു PT ചാക്കോ. എന്നാൽ PT ചാക്കോ മുഖ്യമന്ത്രിയാവുന്നതിനോട് കോൺഗ്രസിലെ പലർക്കും താല്പര്യമില്ല. അതുപോലെ തന്നെ ശങ്കറിനെ മുഖ്യമന്ത്രിയാക്കാൻ പലർക്കും താല്പര്യമുണ്ട്. അതിന് പറയുന്ന ന്യായങ്ങൾ എന്ന് പറയുന്നത് നായർ ലോബി എതിരായിരുന്നു എന്നാണ് ഈ രണ്ടുപേരുടെയും കാര്യത്തിൽ അതിന് പറഞ്ഞത്. അപ്പോൾ ഇവരതിനൊരു പരിഹാര മാർഗമായിട്ട് വിമോചന സമരത്തിൽ വളരെ സുപ്രധാനമായ പങ്ക് വഹിച്ച പട്ടം താണുപിള്ള, അദ്ദേഹം PSP പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന നേതാവായിരുന്നു, അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കാമെന്ന് ഒരു ധാരണയിൽ എത്തി കോൺഗ്രസ്സുകാർ. 63 പേരുടെ ഭൂരിപക്ഷം ഉണ്ടായിട്ട് നേരെ പോയി എതിർകക്ഷിയിൽ അവരുടെ ഘടകകക്ഷി നേതാവായ പട്ടം താണുപിള്ളയെ പിടിച്ചുകൊണ്ട് വന്നു. കാരണം കോൺഗ്രസ്സുകാർ തമ്മിൽ ആ കാര്യത്തിൽ ഒരു ഐക്യം ഉണ്ടാകാത്തതുകൊണ്ടാണ് പട്ടം താണുപിള്ളയെ മുഖ്യമന്ത്രിയാക്കേണ്ടി വന്നത്. അപ്പോൾ പട്ടം താണുപിള്ളയെ മുഖ്യമന്ത്രിയാക്കി. ആ മന്ത്രിസഭയിൽ ഡെപ്യൂട്ടി ഉപമുഖ്യമന്ത്രിയായിട്ട് R ശങ്കറും റവന്യൂ വകുപ്പിന്റെ ചുമതലയായിട്ട് PT ചാക്കോയും ചുമതലയേറ്റു. മന്ത്രിസഭ അധികാരമേറ്റ് ഏതാനും നാൾ കഴിഞ്ഞപ്പോൾ മുതൽ തന്നെ പട്ടം താണുപിള്ളയെ കോൺഗ്രസ്സുകാർക്ക് സഹിക്കാൻ വയ്യാതായി. കാരണം പട്ടം താണുപിള്ള പഴയ തിരുക്കൊച്ചിയുടെ പ്രധാനമന്ത്രിയൊക്കെ ആയതിൻ്റെ ഒരു പ്രഭാവവും അതേപോലെ തന്നെ സഹപ്രവർത്തകരോട് വളരെ ധാർഷ്ട്യത്തോടും ഒരുതരം രാജാവിനെ പോലെ പെരുമാറാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് കോൺഗ്രസ്സുകാർ പതുക്കെ പണി തുടങ്ങി. അതായത് പട്ടം താണുപിള്ളയുമായിട്ട് അവർ തന്നെ സംസാരം തന്നെ പലരും സംസാരിക്കാതായി. PT ചാക്കോ ഒന്നും നേരിട്ട് പോയി അദ്ദേഹത്തോട് സംസാരിക്കുന്നത് തന്നെ പൂർണ്ണമായി ഒഴിവാക്കി. ഫയല് ആരുടെയെങ്കിലും കൈ കൊടുത്തു വിടുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തി. അങ്ങനെ പട്ടം താണുപിള്ളയും കോൺഗ്രസ്സുകാരും തമ്മിൽ പതുക്കെ മുന്നണിക്കകത്ത് തന്നെ അടിപിടിയായി. ഏതാണ്ട് 2 വർഷം തികയാറായപ്പോഴത്തേക്ക് പട്ടം താണുപിള്ളയെ കൊണ്ട് ശല്യം സഹിക്കാൻ വയ്യാതായപ്പോൾ കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വം ഇടപെട്ട് പട്ടം താണുപിള്ളയെ പഞ്ചാബിലെ ഗവർണറായിട്ട് പറഞ്ഞു വിട്ടു. പിന്നീടാണ് കഥകൾ വേറൊരു ലെവലിലേക്ക് മാറുന്നത്. R ശങ്കറിനെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയായിരുന്ന R ശങ്കറിനെ മുഖ്യമന്ത്രിയായിട്ട് തെരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പോഴും പ്രശ്നങ്ങളാണ്. KPCC നേതൃത്വമായിട്ട് പ്രശ്നം, PT ചാക്കോയുമായിട്ട് മാനസികമായ ഐക്യമില്ലായ്മ. പുതിയ മന്ത്രിസഭയിലേക്ക് വന്നപ്പോഴത്തേക്ക് ശങ്കറിന്റെ മന്ത്രിസഭയിലെ ആഭ്യന്തരമന്ത്രിയായിരുന്നു PT ചാക്കോ. ഈ മന്ത്രിസഭ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ആ ഒരു കാലയളവിൽ നടന്നിട്ടുണ്ട്. അതായത് പെൻഷൻ, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സംസ്ഥാന സർക്കാർ ക്ഷേമ പെൻഷൻ പ്രഖ്യാപിച്ചത് അന്നത്തെ മുഖ്യമന്ത്രിയും ധനകാര്യ വകുപ്പിന്റെ ചുമതലയുണ്ടായിരുന്ന R ശങ്കറിന്റെ ശ്രമഫലമായിട്ടാണ് അത് ക്ഷേമ പെൻഷൻ പ്രഖ്യാപിച്ച്. അതുപോലെ തന്നെ പ്രീ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം അവസാനിപ്പിച്ചിട്ട് പ്രീ ഡിഗ്രി എന്ന് പറയുന്ന വിദ്യാഭ്യാസമൊക്കെ പുതിയ മാതൃകയൊക്കെ അതിനകത്തേക്ക് കൊണ്ടുവരികയും ഒരുപാട് നല്ല കാര്യങ്ങൾ, അതായത് ഒരു പുതിയ കാഴ്ചപ്പാടുള്ള ഒരു സർക്കാർ ആണ് അത് വന്നത്. പക്ഷേ അതിൻ്റെ നേട്ടങ്ങളൊന്നും തന്നെ കോൺഗ്രസിനോ മുന്നണിക്കോ അത് കൊണ്ടു നടക്കാൻ കഴിയില്ല. ഇതിനിടയിൽ വേറൊരു കാര്യം കൂടെ സംഭവിച്ചിട്ടുണ്ട്. അതായത് ഈ പട്ടം താണുപിള്ളയുടെ മന്ത്രിസഭ വരുന്നതിന് മുമ്പ് ഒരു തീരുമാനം ഇവരെല്ലാവരും കൂടെ എടുത്തു. കോൺഗ്രസ്സാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഒരു കാരണവശാലും മുസ്ലിം ലീഗിനെ മന്ത്രിസഭയിൽ കയറ്റൂല. കാരണം ഒരുമിച്ച് നിന്ന് മത്സരിച്ച് ഒരുമിച്ച് പ്രചരണം നടത്തി അധികാരത്തിൽ ഏറി കഴിഞ്ഞപ്പോൾ അധികാരം കിട്ടുന്ന ഒരു സ്ഥിതി ആയപ്പോഴത്തേക്ക് മുസ്ലിം ലീഗിനെ
തൊട്ടുകൂടാത്തവരായി പ്രഖ്യാപിച്ച് മുസ്ലിം ലീഗിനെ മന്ത്രിയാക്കാൻ പറ്റൂല എന്നുള്ളൊരു നിലപാട് അന്നത്തെ കോൺഗ്രസ്സുകാർ ഈ ജയിച്ചു വന്നവരൊക്കെ എടുത്തു. അങ്ങനെ ഒരു പിന്നെ താൽക്കാലിക പരിഹാരം എന്ന നിലയിൽ KM സീതി സാഹിബിനെ സ്പീക്കറാക്കാമെന്ന് സമ്മതിച്ചു. ഏതാണ്ട് അദ്ദേഹം സ്പീക്കറായി 1 വർഷം 1.5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം ഹൃദയസ്തംഭനം മൂലം മരിച്ചുപോയി. അതിന് പകരമായിട്ട് CH മുഹമ്മദ് കോയയെ സ്പീക്കറാക്കാൻ തീരുമാനിച്ചപ്പോൾ അപ്പോഴും പറയുന്നത് മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയാക്കാൻ പറ്റില്ല, സ്വതന്ത്രമായ അംഗമാണെന്ന് പറഞ്ഞാലേ ആക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ കടുംപിടുത്തം. അങ്ങനെ കോൺഗ്രസ് തന്നെ ആ മുന്നണി മന്ത്രിസഭയ്ക്ക് എല്ലാ തരത്തിലുള്ള തലവേദനകൾ സൃഷ്ടിച്ച സംഭവമുണ്ട്. നമ്മൾ ഒരു കാര്യം മറക്കരുത്, തെരഞ്ഞെടുപ്പിൽ 63 സീറ്റും 50% വോട്ട് കിട്ടിയ ഒരു മന്ത്രിസഭയാണ് ആഭ്യന്തര പ്രശ്നങ്ങളുടെ പേരിൽ ഇങ്ങനെ തുടക്കം മുതൽ തന്നെ അടിപിടിയും കലഹവും തമ്മിലടിയുമായിട്ട് തന്നെ ചേരിപ്പോരും ഒക്കെ തന്നെയായിട്ട് മുന്നോട്ട് നീക്കുന്നത്. ശങ്കർ അധികാരത്തിൽ വന്ന് മുഖ്യമന്ത്രിയായി കഴിഞ്ഞപ്പോഴത്തേക്ക് അന്നത്തെ KPCC പ്രസിഡന്റായിരുന്ന CK ഗോവിന്ദൻ നായരും ശങ്കറും തമ്മിൽ സ്വരച്ചേർച്ചയില്ലാതായി. പല കാര്യങ്ങളിൽ ഭരണ നേതൃത്വവും പാർട്ടി നേതൃത്വവും തമ്മിൽ എല്ലാ ദിവസവും പല പ്രശ്നങ്ങളുടെ പേരിൽ പരസ്യ പ്രസ്താവനകളും അടിപിടിയും. അപ്പൊ അതിങ്ങനെ അത് മന്ത്രിസഭയുടെ പെർഫോമൻസിനെ ബാധിക്കുന്നു. മന്ത്രിമാർ തമ്മിൽ പരസ്പര വിശ്വാസമില്ലാതാകുന്നു. പാർട്ടി നേതൃത്വം മന്ത്രിമാരെ തള്ളിപ്പറയുന്നു. ഇങ്ങനെ ഏതെല്ലാം രീതിയിൽ അലമുണ്ടാക്കാൻ കഴിയുമോ ആ തരത്തിലെല്ലാം ഈ മന്ത്രിമാരും പാർട്ടി നേതൃത്വം തമ്മിൽ അടിപിടിയായി. അങ്ങനെ CK ഗോവിന്ദൻ നായരും R ശങ്കറും തമ്മിൽ ഒരു തരത്തിൽ പൊരുത്തപ്പെടാതെ വന്നപ്പോഴത്തേക്കാണ് CK ഗോവിന്ദൻ നായരെ ഒഴിവാക്കിയിട്ട് KP മാധവൻ നായരെ KPCC പ്രസിഡന്റാക്കി. അദ്ദേഹം വന്നപ്പോഴും സ്ഥിതി ഏതാണ്ട് ഇതേപോലൊക്കെ തന്നെയാണ്. ആ സമയത്തേക്ക് PT ചാക്കോയും R ശങ്കറും തമ്മിൽ വലിയ തോതിൽ മാനസികമായ അകലുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അവർ ഭരണപരമായ കാര്യങ്ങളിലും പാർട്ടിപരമായ കാര്യങ്ങളിലുള്ള തർക്കമാണ് അവർ തമ്മിലുള്ള മാനസിക ഐക്യം തകർക്കുകയും അവർ തമ്മിൽ പരസ്പരം അവിശ്വാസത്തിലാണ് ഏറെക്കാലം പോവുകയൊക്കെ ചെയ്തത്. അപ്പം അങ്ങനെ ഇരിക്കുകയാണ് ആഭ്യന്തരമന്ത്രിയായിരുന്ന PT ചാക്കോ തൃശ്ശൂരിൽ നിന്ന് പീച്ചിയിലേക്ക് പോകുന്ന വഴിക്ക് തൃശ്ശൂർ ടൗണിൽ വെച്ചിട്ട് അദ്ദേഹം ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്ന വണ്ടി ഒരു കൈവണ്ടിക്കാരനെ ഇടിക്കുകയും അയാൾക്ക് പരിക്കേൽക്കുകയൊക്കെ ചെയ്തൊരു സംഭവം ഉണ്ടായി. അപ്പോൾ അന്ന് പിറ്റേ ദിവസം ഫാദർ വടക്കൻ എന്ന് പറയുന്ന കത്തോലിക്ക പുരോഹിതൻ നടത്തിയിരുന്ന തൊഴിലാളി എന്ന് പറയുന്ന പത്രത്തിൽ PT ചാക്കോയുടെ വാഹനത്തിൽ ഒരു കറുത്ത കണ്ണാടി വെച്ച ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന വാർത്തകൾ വരാൻ തുടങ്ങി. അതായത് ഭാര്യയല്ലാത്ത വേറൊരാളുമായിട്ട് പോയി എന്ന് പറഞ്ഞുള്ള ലൈംഗിക ആരോപണം, അതുപോലെ തന്നെ പരസ്ത്രീ ബന്ധമൊക്കെ ആരോപിച്ചുള്ള ആരോപണങ്ങൾ ഇങ്ങനെ പെരുമഴയായി വന്നു തുടങ്ങുന്നു. PT ചാക്കോയ്ക്കെതിരെ നിയമസഭയിൽ CPM പ്രതിപക്ഷ നേതാവായിരുന്ന EMS നമ്പൂതിരിപ്പാട് ആരോപണം ഉന്നയിക്കുന്നു. അതിൻ്റെ പേരിൽ വലിയ ചർച്ചകൾ നടക്കുന്നു. ആകെപ്പാടെ ഇത് ഒരവസരമാക്കി പിന്നെ R ശങ്കർ പറയുന്നു, എനിക്ക് ചാക്കോയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. അങ്ങനെ ചാക്കോ മന്ത്രിസ്ഥാനം രാജിവെക്കുന്നു. വളരെ ഹൃദയവേദനയോടുകൂടിയാണ് ആ മനുഷ്യൻ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കുക. കാരണം വളരെ ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിലും റവന്യൂ മന്ത്രി എന്നുള്ള നിലയിലും പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലും വളരെ പ്രാഗൽഭ്യം ഉണ്ടായിരുന്ന ഒരു മനുഷ്യനെയാണ് പാർട്ടിയുടെ അകത്തെ ആന്തരിക പ്രശ്നങ്ങളുടെ പേരിൽ രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്ന ഒരു സ്ഥിതി ഉണ്ടായി. അത് കഴിഞ്ഞ് അദ്ദേഹം പിന്നെ തൻ്റെ തൊഴിലായ വക്കീൽ പ്രൊഫഷനിലേക്ക് അദ്ദേഹം തിരിയുന്നു. അങ്ങനെ ഒരു കേസിൻ്റെ ആവശ്യത്തിന് വേണ്ടി കോഴിക്കോടിനടുത്തുള്ള കാവിലമ്പാറയിൽ പോയി കേസ് അന്വേഷണത്തിന് ആവശ്യമായ ചില വിവരങ്ങൾ ശേഖരിക്കുന്നതിനിടയിൽ അദ്ദേഹം അവിടെ കുഴഞ്ഞു വീണ് മരിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ അത് ചാക്കോയുടെ മരണത്തിന് ഉത്തരവാദി ശങ്കറാണെന്നുള്ള ആരോപണം വരുന്നു. അദ്ദേഹം കൂടോത്രം ചെയ്താണ് ഈ ചാക്കോയെ കൊന്നുവെന്ന് കോൺഗ്രസ്സുകാർ തന്നെ ആരോപണങ്ങൾ പറയുന്നത്. അങ്ങനെ മൊത്തത്തിൽ ഈ 63 പേരുടെ മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന മന്ത്രിസഭ പലതരത്തിലുള്ള ആരോപണങ്ങൾ തമ്മിലടിയും ആന്തരിക പ്രശ്നങ്ങളുടെയും പേരിൽ തകർന്നു വീഴുന്നതാണ് ആ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. എന്നിട്ട് കോൺഗ്രസിനകത്ത് തന്നെ 15 കോൺഗ്രസ് അംഗങ്ങൾ, അതായത് അവരാണ് പിന്നീട് കേരള കോൺഗ്രസ് ആയിട്ട് മാറുകയൊക്കെ ചെയ്ത്, അങ്ങനെ ആ ചാക്കോയെ ഉപദ്രവിച്ച് പുറത്താക്കി എന്നുള്ള ആരോപണമൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ അവർ ഈ മന്ത്രിസഭയ്ക്കെതിരായിട്ട് അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നു. ഈ കോൺഗ്രസ് അംഗങ്ങളുടെ പിന്തുണയോടുകൂടി അവിശ്വാസം പാസ്സാകുന്നു. ആ മന്ത്രിസഭ 1964 സെപ്റ്റംബർ 8 നിലംപതിക്കുകയും ചെയ്തു. 63 പേരുടെ ഭൂരിപക്ഷം, 50% വോട്ട്, ഇതൊക്കെ കിട്ടിയ ഒരു മന്ത്രിസഭയാണ് ഇങ്ങനെ തലകുത്തി വീണ് നോക്കണം. കേരളത്തിലെ ഏറ്റവും അവസാനത്തെ ഏകകക്ഷി ഭരണവും അതായിരുന്നു. അതിനുശേഷം പിന്നെ വന്ന എല്ലാം മുന്നണി മന്ത്രിസഭകളാണ്. കോൺഗ്രസിന് ഒറ്റയ്ക്ക്
ഭൂരിപക്ഷം ഉണ്ടായിട്ട് ആ മന്ത്രിസഭ കാലാവധി തേക്കാൻ പറ്റിയില്ല. 4 വർഷമായപ്പോഴത്തേക്ക് തന്നെ തമ്മിലടി കൊണ്ട് തന്നെ അത് തകർന്നു വീണു. അപ്പൊ ഇതാണ് ഈ 63 പേരുടെ ഭൂരിപക്ഷം ഉണ്ടായിട്ട് അന്നത്തെ മന്ത്രിസഭയുടെ ഗതി ഇതായിരുന്നു. ഇപ്പോൾ ഇത്തവണ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 47% വോട്ടും 63 വോട്ട് സീറ്റും കിട്ടിയ ഒരു അവസ്ഥയുണ്ട്. അപ്പൊ ഈ നമ്മൾ നോക്കുക, 2 തവണ കോൺഗ്രസിന് ഇത്തരത്തിൽ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം കിട്ടിയ 2 അവസരങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇത് ഇത്രയും വലിയ സാധ്യതകൾ ഉണ്ടായിട്ട് കോൺഗ്രസ്സുകാർ അത് കൊണ്ട് തല്ലിക്കെടുത്തി കളയായിരുന്നു. നമ്മൾ പറയാറില്ലേ സാധാരണ പൊന്മുട്ടയുടെ താറാവിനെ വയറ് കീറി കൊല്ലുക എന്ന് പറയുന്നത്, ആ സ്ഥിതിയാണ് അന്നുണ്ടായത്. ഇപ്പോഴും ഏതാണ്ട് സമാനമായ ആ സ്ഥിതിയിലാണ്. മന്ത്രിസഭ അധികാരത്തിൽ വന്നിട്ടില്ല, MLA സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഈ തമ്മിലടി കൊണ്ട് ഇപ്പോഴും അതേ അവസ്ഥയുടെ വേറൊരു രൂപത്തിലാണ് നിൽക്കുന്നത്. അതായത് ഈ ചേരിതിരിവുണ്ടായി ആരെ മുഖ്യമന്ത്രിയാക്കണമെന്നുള്ളതിനെ കുറിച്ച് തർക്കം, ജനവിധി മാനിക്കണമെന്നൊരു കൂട്ടർ പറയുന്നു, അതല്ല MLA എണ്ണമാണ് മാനിക്കേണ്ടതെന്ന് പറഞ്ഞു. 3 പേരുടെയും അണികൾ പിന്നെ തെരുവിലിറങ്ങുന്നു, ഫ്ലെക്സ് വെക്കുന്നു, ഇങ്ങനെ പലതരത്തിലുള്ള കലഹത്തിൽപ്പെട്ട് നിൽക്കുകയാണ്. അപ്പൊ ഇത് സൂചിപ്പിക്കുന്ന കോൺഗ്രസ്സുകാർക്ക് ഭൂരിപക്ഷം കൊടുത്താലും പ്രശ്നം, ഭൂരിപക്ഷം ഇല്ലെങ്കിലും പ്രശ്നം. ഭൂരിപക്ഷം കൊടുത്താൽ ഇതിങ്ങനെ തമ്മിലടിക്കുന്നു. അധികാരത്തിന് വേണ്ടിയുള്ള ആക്രാന്തമാണ് ഈ രണ്ട് തവണയും ഉണ്ടായതെന്നുള്ള കാര്യം നമ്മൾ മറന്നുകൂടാ. അപ്പൊ കോൺഗ്രസ്സുകാർക്ക് ജനങ്ങൾ ഭൂരിപക്ഷം കൊടുക്കുമ്പോൾ 10 വട്ടം ആലോചിക്കണം എന്നുള്ളൊരു സ്ഥിതിയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത്.